നടക്കുന്നത്. പിന്നെ ഡ്രഗ്സ്, അതാണ് സത്യം പറഞ്ഞ സ്വർണ്ണക്കടത്തിനേക്കാളും ഭയങ്കരമാണ് ഇവിടുത്തെ ഡ്രഗ്സ്. ഇവിടെ ഓരോ ഷോപ്പിലേക്കും ഈ പെമ്പിള്ളേരെ അതായത് പാവപ്പെട്ട വീടുള്ള പെമ്പിള്ളേരെയാണ് ഇവന്മാര് നാട്ടിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈ സെൽഫ് ദാറ്റ് എനിക്ക് കുറച്ച് അടിപൊളി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി എന്ന് പറയുന്നതിൽ. കാരണം എൻ്റെ വീഡിയോസിൻ്റെ താഴെ വരുന്ന എല്ലാ കമൻസ് വായിച്ചില്ലെങ്കിലും ഞാൻ ചില നേരങ്ങളിലിരുന്ന് കമൻസ് വായിക്കാനും റിപ്ലൈ കൊടുക്കാനും ശ്രമിക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻസ് വായിക്കുക എന്നുള്ളത്. ആ കമൻസിൽ എൻ്റെ മിസ്റ്റേക്കുകൾ ആരെങ്കിലും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൂടെ മാറ്റാൻ പറ്റുന്ന മിസ്റ്റേക്കുകളാണെങ്കിൽ ഞാൻ എപ്പോഴും കറക്റ്റും ചെയ്യലുണ്ട്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തരലുമുണ്ട്. അങ്ങനെ എനിക്ക് വന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ്. ഒന്ന്, ചില വാക്ക് പറയുമ്പോഴുള്ള ഒരു പ്രൊനൗൺസിയേഷൻ വ്യത്യാസം, പിന്നെ സോ എന്ന് പറയുന്ന ഒരു സാധനം കൂട്ടുക, പിന്നെ ഈ മുടി ഇങ്ങനെ കളിക്കുക എന്ന് പറയുന്ന സാധനങ്ങൾ. ഇതൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് എൻ്റെ വീഡിയോയിൽ മാക്സിമം മാറ്റിയിട്ടുണ്ട്. എന്നാൽ റീസെൻ്റ്ലി ഇട്ടൊരു വീഡിയോന് താഴെ വന്നൊരു കമൻറ്റ് ആയിരുന്നു എൻ്റെ കൈയും കൊണ്ടുള്ള ആക്ഷൻ മാറ്റണം എന്ന് പറഞ്ഞൊരു സാധനം. ഞാൻ വളരെ ക്ലിയറായി സ്ട്രോങ് ആയിട്ട് എന്നാൽ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു അത് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും ക്ലാസ് എടുക്കുകയാണെങ്കിലും സെഷൻ എടുക്കുകയാണെങ്കിലും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ആക്ഷൻ ഉണ്ടാവും. അപ്പം അത് മാറ്റൽ ഒരു എളുപ്പകരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആ വീഡിയോ കൂടെ കൺവേ ചെയ്തത്. ആൻഡ് അത് ഇറിറ്റേറ്റഡ് ആയി തോന്നുന്ന വ്യക്തികൾ എൻ്റെ വീഡിയോ കാണണ്ട എന്ന് വരെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പറയുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് നല്ല രീതിയിലുള്ള നെഗറ്റീവ് എനിക്ക് വരും, നല്ല രീതിയിലുള്ള പൊങ്കാലകൾ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് നിന്നത്. പക്ഷേ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഇമോഷനിൽ നിന്ന് വേറൊരു വ്യക്തിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമാണ് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ എടുത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലായത്. അല്ലാത്ത കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇവർക്ക് എന്തൊരു അഹങ്കാരമാണ്, ഇവളെന്താ ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നതെന്നൊക്കെ തോന്നുക. അതിൽ നിന്ന് മാറി കുറച്ച് ക്വാളിറ്റി ഉള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടിയതിൽ ഐ വാസ് വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈ സെൽഫ്. താങ്ക് യു സോ മച്ച് ടു ഈച്ച് ആൻഡ് എവരി വൺ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഇത് പറഞ്ഞിട്ടേ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ക്യാമറ കണ്ണുകളുടെ ആംഗിളുകളാണ്. ഏതൊക്കെ ആംഗിളിൽ ഏതൊക്കെ രീതിയിൽ വീഡിയോ എടുത്താലും എനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള രേണു ചേച്ചിയുടെ വീഡിയോ. ദാസേട്ടൻ കോഴിക്കോടുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പബ്ലിക്കായിട്ട് പുള്ളിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഒരു വോയിസ് റെക്കോർഡാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് അമിയ അൺഫിൽറ്റേർഡ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നോൺ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ആദ്യം തന്നെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കടലിന്റെ അല്ലേ? കടലൊക്കെ ആർക്ക് വേണം? ഇതാണ് വീഡിയോ. ഒറ്റ നോട്ടത്തിൽ വീഡിയോ കണ്ട സമയത്ത് പ്രശ്നങ്ങൾ തോന്നിയോ? ഇനി തോന്നാത്ത ആൾക്കാരുണ്ടെങ്കിൽ സെയിം വീഡിയോ സൈഡ് കൂടെ ഒന്നിങ്ങനെ വായിച്ചു തരാം. ഈ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് കണ്ടറിയാം. രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ പൊസിഷൻ മാറുന്നുണ്ട്. ഈ പൊസിഷൻ മാറുന്ന സമയത്ത് ആ വീഡിയോ എടുക്കുന്ന ക്യാമറക്കാരൻ, അതിനി ഏത് ചേട്ടനാണെങ്കിലും, പേജ് ഇതിൽ കാണുന്നുണ്ടോ? ലെറ്റ് മീ ടോക്ക് എന്നാണ് ഇതിൽ കാണുന്നത് കേട്ടോ. ലെറ്റ് മീ ടോക്ക് ചേട്ടൻ്റെ ദ പ്രൈമറി ഫോക്കസ് എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത് എന്ത് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ്? ആൻഡ് ഈ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡിനെ ഈ രേണുസുതി സപ്പോർട്ടേഴ്സും അല്ലെങ്കിൽ രേണുസുതി ചേച്ചി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് കുറേ ഇനാഗ്രേഷന് പോകുന്ന സമയത്ത് അവരുടെ പലതരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങൾ ഭയങ്കര പുറത്തു വരലുണ്ട്.
അല്ലെങ്കിൽ കുറേ ആക്ട്രസ്മാരുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് വളരെ പബ്ലിക്കായി പറയുന്നുണ്ട്, ഓൺലൈൻ മീഡിയക്കാർ വന്നിട്ട് വളരെ വൃത്തികേടായ രീതിയിൽ തൻ്റെ വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. ആൻഡ് കുറച്ച് ആൾക്കാരൊക്കെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കം ഔട്ട് ചെയ്ത് വന്നിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ വളരെ എവിഡൻറ്റൈസ്ഡ് സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞിട്ട് ആൻഡ് ഈ ക്ലിപ്പിങ്ങിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കൗട്ട് അടിച്ച് കേൾക്കാം. ബീച്ചിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ള ഒരു ക്ലിപ്പാണ്. ആൻഡ് ഇതിനിടയിൽ ആൾ പറയുന്ന ഒരു കാര്യം, ആർക്കാണ് ഇവിടെ ബീച്ച് വേണ്ടത് എന്ന് വെച്ചാൽ ബീച്ച് ആർക്കാണ് കാണേണ്ടത്, അതിലും ഉപരി പലതും അല്ലേ നമ്മൾ കാണുന്നേ എന്ന രീതിയിൽ സർക്കാസ്റ്റിക്കലി പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട്. അത് കേട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രേണു സുധീനെയും കാണാൻ പറ്റും. ഇത് ഏത് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാ? ഇത് ആർക്ക് ചേർന്ന ആറ്റിറ്റ്യൂഡാ? ഇവിടെ ഇത് കാണുന്ന പല വ്യക്തികളും വന്ന് ചോദിക്കും, ഇവിടെ ഷൂട്ടില്ലേ, സിനിമ അല്ലേ, ഇതിൽ ന്യൂഡായിട്ടുള്ള പലതരത്തിലുള്ള ഷൂട്ട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇതൊരു വിഷയമാവുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് അത് ഷൂട്ട്, അഭിനയം, അല്ലാണ്ട് കാണിച്ചു കൊടുക്കലല്ല. പിന്നെ രേണു സുധീനെ സംബന്ധിച്ചിട്ട് കറന്റ്ലി ഇപ്പം ഇതൊരു പ്രശ്നമല്ല. കാരണം സബ്സ്ക്രിപ്ഷനിൽ മിനിറ്റിന് വീഡിയോസ് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം തുടക്കകാലങ്ങളിൽ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ പുറത്ത് വന്നതിൽ കൂടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്താണ് സബ്സ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രേണു സുധി മേ ബി ഇതൊരു ബിഗ് ഡീലായി കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണെങ്കിലും ഈ തരത്തിലുള്ള ഓൺലൈൻ മീഡിയക്കാരുടെ തോന്നിവാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന രേണു സുധീനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ പറ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് ദാസേട്ടൻ കോഴിക്കോടുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. വിപിൻ ലാൽ പറയുന്ന കണ്ടന്റുകൾ, പക്ഷെ എനിക്കൊന്ന് കുറച്ചും കൂടെ അത് എനിക്കൊന്ന് രേഷ്മയ്ക്കൊക്കെ അനുഭവങ്ങളുള്ള കാര്യങ്ങളാണ് ദാസന്റെ കോഴിക്കോടായിട്ടുള്ള ഷൂട്ടിന്റെ കാര്യങ്ങൾ. പിന്നെ പുള്ളിയായിട്ട് പുതിയ വർക്കുകളോ കാര്യങ്ങളോ വിളിച്ചാലും പിന്നെ അങ്ങനെ ഇപ്പൊ ഇവരാരും പോവാറില്ല അല്ലേ, വിളിച്ചിട്ടുണ്ടെന്ന് പുതിയ വർക്ക് ആരും പോവാറില്ല. പിന്നെ നമ്മളെയും വിളിച്ചിട്ടുണ്ട് പുതിയ വർക്കിനൊന്നും നമ്മളാരും പോവാറില്ല. ബിക്കോസ് മറ്റൊന്നും കൊണ്ടല്ല, അതിപ്പം എന്താ പറയുക, മെയിൽ ആർട്ടിസ്റ്റെന്നോ ഫീമെയിൽ ആർട്ടിസ്റ്റെന്നോ ഒന്നും ഇല്ലാത്ത രീതികളിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതെന്നൊക്കെയാണ് പൊതുവായ അഭിപ്രായം. ദാസേട്ടൻ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി വന്നതാണ്. ദാസേട്ടൻ കോഴിക്കോട് പണ്ട് തൊട്ടേ റീൽസിൽ ഭയങ്കര വൈറലായ ഒരു വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തിയുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയതിൻ്റെ കാരണം രേണു സുധിയായി ബന്ധപ്പെട്ടിട്ടുള്ള റീൽസും രേണു സുധി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കുറേ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും ഒക്കെയാണ്. റിസെൻ്റ്ലി ഉണ്ടായിരുന്ന ഒരു ഷോർട്ട് ഫിലിമിൽ തന്നെ രേണു സുധിയും ദാസേട്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിരുന്നു. എന്നാൽ ഈ രംഗങ്ങളൊന്നും ആ ഷോർട്ട് ഫിലിമിൽ കാണാണ്ട് വന്നതോടുകൂടി ഈ കോൺട്രവേഴ്സി ഭയങ്കര ഹൈലൈറ്റ് ആവുകയും ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കുറച്ച് ഇൻ്റർവ്യൂവും എക്സ്പ്ലനേഷനും വന്നു. എന്നാൽ പൊതുവെ ഇയാളുടെ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന കാര്യങ്ങളും പുള്ളി പെരുമാറുന്ന രീതിയും കണ്ടിട്ട് ഈ ഒരു കൈൻഡ് ഓഫ് സ്വഭാവം ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പുള്ളി വരുന്നു, വർക്ക് ചെയ്യുന്നു, പോകുന്നു. അതിലുപരി പുള്ളിയുമായി ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സിയോ ടോപ്പിക്കോ ഡിസ്കഷനോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ പുള്ളിയുടെ മുഖം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ഇവർ രണ്ടുപേരിൽ ആൾക്കാരെ നിങ്ങൾക്കറിയാം, രേണു സുധിയായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും സ്റ്റാർട്ടിങ്ങിൽ രേണു സുധിയുടെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. കാരണം രേണു സുധീൻ്റെ ലൈഫിൽ ഒരു ഷോർട്ട് ഫിലിമിലോ അതിലോ എന്തെങ്കിലും ഒരു കഥാപാത്രം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ ആ നായകനും രേണു സുധിയും മാത്രമാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് അടുത്തൊരു ഷോർട്ട് ഫിലിം വരുമ്പോൾ അടുത്ത നായകനും രേണു സുധിയാണ് ഉണ്ടായിക്കൊടുക്കുക. അപ്പോൾ തുടക്കകാലങ്ങളിലൊക്കെ രേണു സുധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ആൻഡ് ഇതിലൊരു ലേഡി വന്നിട്ട് ദാസേട്ടനുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. നിർമ്മാതാവിന് അത് കണ്ടു, അവരെനിക്ക് അറിയാവുന്നതാണ്. അവർ ആ മെസ്സേജിനെ കാണിക്കുകയും ചെയ്തു മോശമായിട്ട്. കറക്റ്റ് ആയിട്ട് അതെനിക്ക് അയച്ചു പറ്റുണ്ട്. പിന്നെ നമ്മൾ മീഡിയയ്ക്ക് മുന്നേ അത് കാണിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മൾ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ് ഈ ദാസേട്ടൻ. എനിക്കറിയാം, ഞാനൊരു വർക്കിന് ദാസേട്ടനായിട്ട് പോയി, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നതാണ്. ശ്രീലക്ഷ്മി അറിയാലോ, ശ്രീലക്ഷ്മി മുഖേനയാ പോയത്. അന്നത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ അന്നത്തേടെ കൂടി ദാസേട്ടനും ശ്രീലക്ഷ്മിയായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും അവിടെ കൊണ്ട് നിർത്തി എന്നുവെച്ചാൽ അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരന്റെ സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ ഒരാള് ഇപ്പം വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരും ഓക്കെ ആണെങ്കിൽ പുള്ളി ഓക്കെ ആകും. അങ്ങനെയാണ് പുള്ളിയുടെ ഇത്. വളരെ പച്ചയ്ക്കാണ് ഈ ചേച്ചി ദാസേട്ടൻ കോഴിക്കോടിനെ പറ്റി പറയുന്നത്. രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ പുള്ളി എല്ലാത്തിനും ഓക്കെ ആണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. ആൻഡ് ഈ രണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ എന്തോ ഒരു സ്ക്രീൻഷോട്ട് എന്ന് വെച്ചാൽ ദാസേട്ടൻ ഒരു വ്യക്തിനോട് മോശമായി പെരുമാറിയിട്ടുള്ള ഒരു ചാറ്റ് കാര്യങ്ങൾ കണ്ടു എന്ന രീതിയിലാണ് ഈ വ്യക്തി പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ലേഡി വന്നിട്ട് പറയുകയാണ്, പുള്ളി ഷോർട്ട് ഫിലിമിൽ വരുന്ന സമയത്ത് പുള്ളി നായികയായി അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ കുറച്ച് മോശമായി അപ്രോച്ച് ചെയ്തു. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൻ്റെ പേരിൽ ഈ ദാസേട്ടനും ഈ ശ്രീലക്ഷ്മി ആരാന്ന് ഞാൻ പറയാണ്ടറിയാലോ, രേണു സുധിയുടെ സ്വന്തം സപ്പോർട്ടർ, ഈ സപ്പോർട്ടറും ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു മോശം അനുഭവം ഉണ്ടായി, ഞാൻ നിർത്തി. പിന്നെ അവർ വിളിച്ചാലോ അവരുമായി ബന്ധപ്പെട്ട വർക്കിന് എന്നെ ക്ഷണിച്ചാലോ ഞാൻ പോവില്ല എന്നാണ് ഈ ലേഡി പറഞ്ഞത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
പല വിഷയങ്ങളിലും ഓഡിയോസ് റെക്കോർഡിംഗ് വരുന്ന സമയത്ത് ഇത് വലിയ സീരിയസ് ആയി കാണാത്ത ഒരു സമൂഹമാണ് നമുക്കുള്ളത്. എന്നാൽ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വളരെ പബ്ലിക്കായിട്ട് ഒരു ഓൺലൈൻ മീഡിയ പേജിൻ്റെ മുമ്പിൽ വന്നിട്ടാണ് ഇവർ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ പറയുന്നത്. ഒന്നുമില്ലാണ്ട് വെറുതെ ഒരാൾക്ക് പറയേണ്ട ആവശ്യമില്ല. ആൻഡ് വെറുതെ പറയേണ്ട ഒരു കാര്യമല്ല. ഈ ദാസേട്ടൻ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ആ വ്യക്തിയെ കുറിച്ചിട്ട് ഇങ്ങനൊരു സാധനം എടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ലേ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നാൽ രേണുസുധിയുടെ ആക്ടർമാരുടെ ലിസ്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദാസേട്ടനുമായിട്ട് ഓവർ കൊഞ്ചി കൊഴിഞ്ഞിട്ടുള്ള പീസുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലാണ്ടുള്ള എല്ലാ ആക്ടർമാരുമായിട്ടും പിടിക്കുന്നതും മാന്തുന്നതും തലചൊറിയുന്നതും ചേർത്ത് നിർത്തുന്നതും സ്വകാര്യം പറയുന്നതും നാണം കാണിക്കുന്നതും കൊഞ്ചുന്നതും എല്ലാ സാധനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പുരുഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് വന്ന വലിയൊരു അലിഗേഷനാണ്. അത് വെറുതെ എഴുതി തള്ളാണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ റിയാലിറ്റി ഇല്ലെങ്കിൽ അതിന് നിങ്ങളുടെ സത്യം പ്രൂവ് ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. കാരണം ദാസേട്ടൻ ഭാര്യയിൽ ഉപരി നിങ്ങളുടെ മക്കൾ ഇനി സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കാണേണ്ടി വരുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം ഹേർട്ട് ആവും എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യുക. ആൻഡ് ഈ പറയുന്ന കാര്യത്തിൻ്റെ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഒരുപാട് കമൻസുകൾ ഞാൻ കാണാനിടയായി. അതുകൊണ്ടായിരിക്കും രേണുസുധി ഫുൾ ടൈം ദാസേട്ടനാക്കി പോകുന്നത് എന്ന രീതിയിൽ. അപ്പം ഇനി എന്തായാലും ഇതൊരു വലിയ ഗോസിപ്പിനുള്ള ഒരു വിഷയമാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് പ്രത്യേകിച്ച് ദാസേട്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവും കാര്യങ്ങളും കാണിക്കാത്തിടത്തോളം കാലം ഞാൻ അദ്ദേഹത്തിനെ വലിയ രീതിയിൽ കുറ്റം പറയുന്നില്ല. പക്ഷേ എനിക്കിതിൽ പറയാനുള്ളത്, ഇങ്ങനൊരു സാധനം നുണയാണെങ്കിൽ ദാസേട്ടൻ യു ഹാവ് ടു പ്രൂവ് ദി റിയാലിറ്റി. ആൻഡ് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ ആൾക്ക് അഗെയിൻസ്റ്റ് നിൽക്കണം. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ഓഡിയോ റെക്കോർഡാണ്. ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയുകയാണ്. രേണുസുധി സ്വർണ്ണക്കടത്തുകാരിയാണ്. അല്ലെ ഇതിൽ പറയുന്ന പോലെ രേണുസുധിക്ക് അങ്ങ് പാപ്പിലോന അല്ലെങ്കിൽ ചെമ്പരത്തിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് പരിപാടി. ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദ പ്രൂഫ്. പക്ഷേ ഇപ്പം കറൻ്റ്ലി ഈ ഓഡിയോകൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിയോകളൊന്ന് നമുക്ക് കേട്ടിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നൊന്ന് വിലയിരുത്താം. ഈ 21-ാം തീയതി മുതൽ ഇവള് 2-ാം തീയതി വരേക്കുള്ള ഷെഡ്യൂളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പല കസ്റ്റമേഴ്സിനും വരാൻ സാധിച്ചിട്ടില്ല പല ദിവസങ്ങളിലും. അപ്പോൾ ഈ വരാത്തതിൻ്റെ പേരിൽ ഇവിടെ പൈസയുടെ ഇടപാടിൻ്റെ ആ കസ്റ്റമേഴ്സിന് വരാത്തതിൻ്റെ പേരിലൊക്കെ ഇവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അതുമല്ല 2-ാം തീയതിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് മാനസിക രോഗി പെരുമാറുന്ന പോലെ ഇവിടെ കിടന്ന് ബഹളം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവളുടെ റൂം ഇവക്ക് സെപ്പറേറ്റ് റൂമാണ്. പിന്നെ ചേച്ചി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫ് ഈ പറയുന്ന ഈ പാപ്പിലോണും ചെമ്പരത്തി എന്നൊക്കെ പറയുന്നവന്മാരെ വീഡിയോസോ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവന്മാരാരും വിളിച്ചത് വരത്തില്ല. പിന്നെ ഈ പെങ്കൊച്ച് അവിടെ ജോലിയുള്ള ഒരു പെൺകുട്ടി, അവിടെ കുറേ പെൺപിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാരും പുറത്തു വരത്തില്ല. എന്തുകൊണ്ടാണ് വരാത്ത? ഇവളുടെ കുറെ വയറ് കാണിച്ചത് തുള്ളൽ മാത്രമേ കാണിക്കുള്ളൂ. എന്നിട്ട് അടി കൂടെ വേറെ വ്യാപാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഡ്രഗ്സ്, അതാണ് സത്യം പറഞ്ഞ സ്വർണ്ണക്കടത്തിനേക്കാളും ഭയങ്കരമാണ് ഇവിടുത്തെ ഡ്രഗ്സ്. ഇവിടെ ഓരോ ഷോപ്പിലേക്കും ഈ പെൺപിള്ളേരെ, അതായത് പാവപ്പെട്ട വീടുള്ള പെൺപിള്ളേരെയാണ് ഇവന്മാർ നാട്ടിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് 1-2 ആഴ്ച ഡ്രഗ്സ് കൊടുത്ത് ഇവരെ അടിമകളാക്കിയിട്ട് ഇവിടെ ഡ്രഗ്സ്, അതിനുശേഷം പിന്നെ ഇവർ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ ഡ്രഗ്സിന്റെ മാഫിയയാണ് അത്. ഞാൻ ഇന്നലെ വിട്ടുപോയത് പറയാൻ. ഒരുപാട് എണ്ണത്തിനെ എനിക്കറിയാം ഇവിടെ. പക്ഷെ ഞാൻ പറയല്ലേ ചേച്ചി, എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തിട്ട് തരാം. ഇവന്മാരെയൊക്കെ ഒരുപാട് പേരെ എനിക്കറിയാം. കാര്യം ഞാൻ ഇവരുടെ ഇടയിൽ കിടന്ന ആളാണ്. ഇപ്പോഴ് ഞാൻ അവിടെ നിന്ന് മാറിയെന്ന് ഉള്ളെങ്കിൽ പോലും എന്നോട് ഇഷ്ടമുള്ള, എന്നോട് സ്നേഹമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പെൺപിള്ളേരും ഒക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടറിയാം ഞാനാണ് ഇവരുടെ ഇടയിൽ ചാരപ്രവൃത്തി നടത്തുന്നത് എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലായി. എന്നെ ഒരിക്കലും പിടിക്കില്ല ചേച്ചി. പിന്നെ ആ വോയിസ്, മറ്റേ ഇന്നലെ ഇട്ട വോയിസ്, ആ ഗ്രൂപ്പില് അംഗത്തിന്റെ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടത് കാരണം ഇവരിപ്പോൾ ഈ വോയിസ് ഗ്രൂപ്പിൽ കിടന്നിട്ട് തപ്പാണ്. ഇത് ആരായിരിക്കും ഈ ടൈമിൽ ഇങ്ങനെ? പക്ഷെ ഇവർ സൈലന്റ്. എനിക്ക് കിട്ടിയിട്ടുള്ള റെക്കോർഡിംഗ് എന്ന് പറയുന്നത് 4 മിനിറ്റ് 21 സെക്കൻഡിലെ റെക്കോർഡിംഗ് ആണ്. ഇത് മുഴുവൻ ഇതിൽ ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുവിധം രേണുസുധി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ അക്കൗണ്ട് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വോയിസ് നോട്ട് കേൾക്കാം. എന്തുകൊണ്ട് ഞാൻ ഈ വോയിസ് നോട്ട് ഇടുന്നില്ല എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് തിങ്, എനിക്ക് ഈ വോയിസിൻ്റെ സത്യാവസ്ഥയെ കുറിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഇല്ല. ഇത് സത്യമാണോ സത്യമല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. സെക്കൻഡ് തിങ്, എനിക്ക് ഡയറക്റ്റ് വന്നിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡല്ല.
പല യൂട്യൂബേഴ്സും ഇട്ടതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡാണ്. ഇപ്പോൾ ക്രെഡിബിലിറ്റി അറിയാത്ത സ്ഥിതിക്ക് വളരെ ഫേക്കാണോ ഫേക്ക് അല്ലയോ എന്നൊരു കൺഫർമേഷൻ ഇല്ലാത്തൊരു ടൈമിൽ ഇങ്ങനൊരു സാധനം എൻ്റെ പേജിൽ കൂടി ഇട്ടിട്ട് ഒരു തെറ്റായ മെസ്സേജ് എൻ്റെ ലൈക്ക് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഫുൾ വോയിസ് റെക്കോർഡ് ഇടാത്തത്. എന്നാൽ ഈ വോയിസ് റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വോയിസ് റെക്കോർഡ് രേണു സുധിക്ക് അഗെയിൻസ്റ്റ് ഉള്ള ഒരു റെക്കോർഡാണ്. ആൻഡ് ഇതിൽ ലാസ്റ്റ് ഈ ചേച്ചി പറയുന്നുണ്ട് എൻ്റെ വോയിസ് പരതി നടക്കുകയാണ് ആൾക്കാർ എന്ന രീതിയിലൊക്കെയാണ് ഈ ചേച്ചി പറഞ്ഞത്. എൻ്റെ പൊന്നു ചേച്ചി, ഇനി പരതി നടക്കാനൊന്നുമില്ല. ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് വോയിസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ രേണുവിന് അഗെയിൻസ്റ്റ് പറഞ്ഞിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ രേണുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ ഈ ഒരു നിങ്ങളെ അറിയുമെങ്കിൽ ഈ വോയിസിൽ കൂടെ നിങ്ങൾ ആരാ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. ഫസ്റ്റ് പറയാം. ആൻഡ് ഇവർ ഇത്രയും പറഞ്ഞതിൽ എനിക്ക് സത്യസന്ധമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് കൺഫേമോടുകൂടി ഇത് സത്യമാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രേണു സുധി UAE പ്രൊമോഷന് പോയിട്ടുണ്ടെങ്കിൽ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ പേഴ്സണലി കാണാനില്ല. ഞാൻ ആകെ കാണുക ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു 3 പീസ് ഉണ്ടാവും. ഈ ചെമ്പരത്തി റീസെൻ്റ്ലി പോയ റീൽസ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരെ കയറുന്നു, അവിടെ ഇങ്ങനെ കടന്ന് കറങ്ങുന്നു. പിന്നെ കാണുന്നത് ഫുള്ള് രേണു സുധി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള പാട്ടും ഡാൻസും ഗാനമേളയും മാത്രമാണ്. ആ ചെമ്പരത്തി റെസ്റ്റോ ബാറിലെ ലൈക്ക് മുതലാളിനെയോ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളെയോ അല്ലെ രേണു ഈ ചാൻസ് തന്ന ആളെയോ രേണു സുധി ഇന്നേ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരുകളും അല്ലെ പല വ്യക്തികളും ഈ പ്രൊമോഷൻസിന് പോകുന്ന സമയത്ത് അവരാരാണോ കൊണ്ടുപോയ ആരാണോ വിളിച്ചു വരുത്തിയ ആ കാറ്റഗറി ഓഫ് ആൾക്കാരെ എടുത്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ പരിപാടിയോ അവിടുത്തെ സ്റ്റാഫുമാരോ ഒരു ടീമുകളെയോ രേണു സുധി കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ത് കൈൻഡ് ഓഫ് പ്രൊമോഷൻ ആണ് എന്നുള്ളത് ഞാനും ആലോചിച്ചിട്ടുണ്ട്. ബാറിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലി റെസ്റ്റോറൻറ്റ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് പോയിട്ട് ഫാമിലി റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോസും സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലെങ്കിൽ പിന്നെ അതൊരു ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളോട് നിങ്ങൾ ആലോചിക്കുക. ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ 100 അല്ല 200 അല്ല 300 അല്ല 500% യോജിക്കുന്നു. ഓക്കെ. എന്നാൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ സത്യമാണോ കള്ളമാണോ എന്നറിയാത്ത സ്ഥിതിക്ക് ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് അധികം സംസാരിക്കുന്നില്ല. എന്നാൽ കുറച്ച് കാര്യങ്ങൾ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ആൻറ്റി എന്ന നിലയിൽ രേണു സുധിക്ക് അഗെയിൻസ്റ്റ് വരാവുന്ന ഏറ്റവും വലിയ കുറച്ച് അലിഗേഷൻസ് ആണ് ഇതിലുള്ളത്. ആദ്യത്തെ അലിഗേഷൻ സ്വർണ്ണക്കടത്ത്, രണ്ടാമത്തെ അലിഗേഷൻ ഡ്രഗ് യൂസേജ്, മൂന്നാമത്തെ അലിഗേഷൻ ഞാൻ ഇതിൽ വോയിസ് കേൾപ്പിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. രേണു സുധി അവിടെ പോയിട്ട് പല പുരുഷന്മാരുമായിട്ട് പലതരത്തിലുള്ള പരിപാടികളും ചെയ്യുന്നുണ്ട് എന്ന്. അപ്പം ഈ 3 അലിഗേഷൻസും രേണു സുധിയുടെ അഭിപ്രായ പ്രകാരം തെറ്റാണെങ്കിൽ, രേണു സുധിയുടെ ഭാഗത്ത് ഈ 3 കാര്യത്തിലും ശരിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് രേണു സുധി റിയാക്ട് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. കാരണം സ്വന്തം വീഡിയോൻ്റെ താഴെ വരുന്ന ചെറിയ കമൻറ്റുകൾ ഇട്ടിട്ടുള്ള വ്യക്തികളുടെ കമൻറ്റ് എടുത്ത് വെച്ച് ചീത്ത പറയുന്ന ആളാണ് രേണു സുധി. രേണു സുധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു 1-2 ദിവസം ഒരേ വിഷയത്തിൽ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എടുത്ത് സംസാരിക്കുന്ന ആളാണ് രേണു സുധി. ആ രേണു സുധി എന്തുകൊണ്ടാണ് ലൈക്ക് വാട്ട് ഈസ് ദ റീസൺ രേണു സുധി ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി അല്ലൊരു പെൺകുട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനൊരു ടോപ്പിക് ഉണ്ടായിട്ട് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല അല്ലെങ്കിൽ മറുപടി തരുന്നില്ല എന്നൊരു സംശയം. ഒറ്റ കാര്യം പറയാനും ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കാനുമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്തത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിയോസ്, റെക്കോർഡിങ്, ചാറ്റ്, രേണു ട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ഞാൻ എടുത്ത് സംസാരിച്ചിട്ടില്ല. എന്നാൽ ഈ അലിഗേഷൻസും റെക്കോർഡിങ്സും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇപ്പോഴും സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് രേണുവിൻ്റെ സ്റ്റോറി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ സ്റ്റോറി കാണാൻ പറ്റും. എന്തുകൊണ്ട് രേണു മൈൻഡ് ചെയ്യുന്നില്ല? ഇതിലെന്തെങ്കിലും സത്യങ്ങളുണ്ടോ? സത്യാവസ്ഥയുണ്ടോ? ഇതിലൊരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ രേണു സുധി കാണിക്കുന്ന കൊല്ലം സുധിയോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്താണ്? ആൻഡ് നിയമത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്? പല കുട്ടികളുടെ ലൈഫല്ലേ സ്പോയിൽ ചെയ്യുന്നത്? ഇതൊരു ചെറിയ കാര്യമല്ല. രേണു സുധി എന്തായാലും നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതിന് അഗെയിൻസ്റ്റ് ഒരു കേസ് പോകണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം. കാരണം തെറ്റ് ചെയ്യാത്ത രേണു സുധീൻ്റെ അടുത്ത് ഒരു വ്യക്തികളും ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. നിയമപരമായി പോവുക, എന്നിട്ട് ഇതിൻ്റെ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.